പാടിടും എൻ്റെ യേശുനാഥ. അറിയോ? എൻ്റെ പേര് ഡോക്ടർ ശീലകുമാരി ഐസക് എന്നാണ്. ഞാൻ യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആലുവയിൽ നിന്ന് അസോസിയേറ്റ് പ്രൊഫസർ കെമിസ്ട്രി ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിസ്ട്രി ആയിട്ട് റിട്ടയർ ചെയ്ത് 2016 മെയ്യിൽ റിട്ടയർ ചെയ്തു. 34 വർഷത്തെ സർവീസാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അവിടെ വളരെ പല നിലകളിൽ ജോലി ചെയ്യാനായിട്ട് UC കോളേജിൽ സാധിച്ചിരുന്നു. ഇനി എൻ്റെ ചെറുപ്പകാലം ഞാനൊന്ന് നോക്കിയെടുക്കുകയാണെങ്കിൽ I was born in 1960 as the 5th child of teacher parents in കോതമംഗലം. അവിടെ സ്കൂൾ എഡ്യൂക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോതമംഗലത്ത് തന്നെയായിരുന്നു. സെൻറ്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹൈസ്കൂൾ കോതമംഗലത്താണ് പഠിച്ചത്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ മുതലേ എനിക്ക് പ്രൈമറി സ്കൂളിലാണ് ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഓഫ് ദി പഞ്ചായത്ത് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂളിലാണ് മെറിറ്റ് സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു. അങ്ങനെ ചെറുപ്പം മുതലേ മെറിറ്റ് സ്കോളർഷിപ്പ് എല്ലാം കിട്ടിയാണ് മുമ്പോട്ട് പഠിക്കാൻ ഞാൻ പോയത്. പഠിക്കാൻ സാധിച്ചിരുന്നു. ദൈവം അനുഗ്രഹിച്ചിട്ട് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുവാനായിട്ട് സാധിച്ചു. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി ആൻഡ് ഡിഗ്രി അൽഫോൻസ കോളേജ് പാലയിലാണ് പഠിച്ചത്. അതിനുശേഷം PG SB കോളേജ് ചങ്ങനാശ്ശേരിയിൽ പഠിച്ചു. അവിടെ അന്ന് നല്ല രീതിയിൽ പഠിച്ച് 5th റാങ്കോടുകൂടി MSc കെമിസ്ട്രി പാസ്സാകാനായിട്ട് സാധിച്ചു കേരള യൂണിവേഴ്സിറ്റിയിൽ. അവിടെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. SB കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്ന് കെമിസ്ട്രി സ്റ്റുഡൻസായിട്ട് അവിടെ ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് 24 കുട്ടികളുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ ഇന്ന് നല്ല നിലയിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് കേരളത്തിലും ഒക്കെ ജോലി ചെയ്യുന്നു. SB കോളേജ് വളരെ പഴയൊരു കോളേജാണ്. അവിടെ അഡ്മിഷൻ കിട്ടുക എന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെ പഠിക്കുന്നതിനും നല്ല രീതിയിൽ പാസ്സാകുന്നതിനും ഉള്ള സാധിച്ചു എന്നുള്ളത് വളരെ നല്ലതാണ്. അതിനുശേഷം ഞാൻ MPhil ആൻഡ് PhD കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പഠിച്ചത്. അവിടെ അതിലെനിക്ക് FIP പ്രോഗ്രാം ഫാക്കൽറ്റി ഇംപ്രൂവ്മെൻറ്റ് ഫെലോഷിപ്പ് കിട്ടിയിരുന്നു. ആ രീതിയിൽ MPhil PhD എടുക്കുവാൻ സാധിച്ചിരുന്നു. അത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ഞാൻ 1982 UC കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. UC കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെറിറ്റിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കോളേജാണ് UC കോളേജ്. അതുകൊണ്ടാണ് എനിക്ക് അവിടെ ജോലി കിട്ടുന്നതിനും അവിടെ വർക്ക് ചെയ്യുന്നതിനും സാധിച്ചത്. എനിക്ക് MSc പാസ്സായ ഉടനെ 22-ാം വയസ്സിൽ 1982 ഞാൻ UC കോളേജിൽ ജോയിൻ ചെയ്തു. എൻ്റെ കൂട്ടത്തിൽ along with 3 other classmates from the MSc batch. ആ MSc ബാച്ചിലെ കുട്ടികളെല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നല്ല റാങ്ക് ഉണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് 4 പേരാണ് UC കോളേജിൽ ഒന്നിച്ച് ജോയിൻ ചെയ്തത്. UC കോളേജ് വാല്യൂസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കോളേജാണ്. കോളേജ് രാവിലെ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കോളേജ് ചാപ്പലിലെ മോർണിംഗ് വർഷിപ്പിലോടുകൂടിയാണ്. അതുപോലെ പലപ്പോഴും ഈവനിങ് വർഷിപ്പുകൾ ചാപ്പലിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മോർണിംഗ് വർഷിപ്പിലും ഈവനിങ് വർഷിപ്പിനും എല്ലാം ഞങ്ങൾ ടീച്ചേഴ്സാണ് പലപ്പോഴും ലീഡ് ചെയ്യുന്നത്. ചിലപ്പോൾ കുട്ടികളെയും അതിന് പ്രാപ്തരാക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവർക്ക് പിന്നീട് ശോഭിക്കാനായിട്ട് എവിടെയെങ്കിലും കയറിയെന്നൊരു പ്രസംഗം പറയുന്നതിനോ അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കുന്നതിനുള്ളൊരു ട്രെയിനിങ് കൂടിയായിരുന്നു. കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള കഥകൾ പറഞ്ഞു കൊടുത്ത് കഥകളോടുകൂടി ബൈബിൾ പാസേജുകൾ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ രാവിലത്തെ മോർണിംഗ് സെക്ഷന് ശേഷമാണ് വർഷിപ്പിന് ശേഷമാണ് കോളേജ് ക്ലാസ്സുകൾ തുടങ്ങുന്നത്. വളരെ ഡിസിപ്ലിൻഡായിട്ട് കുട്ടികൾ അവിടെ പഠിച്ചിരുന്നു.
UC കോളേജ് സ്റ്റാർട്ട് ചെയ്തത് 4 വിഷണറീസ് ഫ്രം മദ്രാസ് ക്രിസ്ത്യൻ കോളേജാണ് വന്ന് സ്റ്റാർട്ട് ചെയ്തത്. ചെറുപ്പകാലത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുകയാണെങ്കിൽ 1960 കോതോമ്പലത്താണ് ഞാൻ ജനിച്ചത്. എൻ്റെ പേരൻസ് രണ്ടുപേരും സ്കൂൾ ടീച്ചേഴ്സായിരുന്നു. അതുകൊണ്ട് നല്ലൊരു ഗൈഡൻസിൽ മുന്നോട്ട് ജീവിക്കുവാനായിട്ട് സാധിച്ചിരുന്നു. രണ്ടുപേരും നല്ല ഈശ്വരവിശ്വാസമുള്ള ആളുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ മുമ്പോട്ട് ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് സൺഡേ സ്കൂള് ഇങ്ങനെയുള്ള പഠനങ്ങളിലൊക്കെ പോകുന്നതിനും അതോടൊപ്പം പഠിത്തം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നതിനും സാധിച്ചു. എനിക്ക് ഒരു ബ്രദറും 4 സിസ്റ്റേഴ്സുമാണ്. അത് എല്ലാവരും നല്ല രീതിയിൽ നല്ലപോലെ പഠിക്കുന്ന ആളുകളായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ നല്ല ഉയർച്ചയിൽ എത്തി പല സ്ഥലങ്ങളിലായിട്ട് ജീവിക്കുന്നു. ബ്രദർ KSEBയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം അതിനുശേഷം സൗദിയിൽ ജോലി ചെയ്യുന്നതിന് പോയി. ഇപ്പോൾ ഞങ്ങളുടെ ആലുവയിൽ നിന്ന് കുറച്ച് മാറി കമ്പനിപ്പടി എന്ന സ്ഥലത്ത് അദ്ദേഹം സെറ്റിൽ ചെയ്തു. മറ്റ് സിസ്റ്റേഴ്സും പല സ്ഥലങ്ങളിലായിട്ട് കേരളത്തിൽ താമസിക്കുന്നു. ചെറിയ ക്ലാസ് മുതലേ നല്ല രീതിയിൽ പഠിക്കാനും ഉള്ള അവകാശം ലഭിച്ചു. പേരൻസ് നല്ല രീതിയിൽ ഗൈഡ് ചെയ്തിരുന്നു. അതുപോലെ നല്ല സ്കോളർഷിപ്പുകൾ കിട്ടി. ചെറുപ്പം മുതലേ മെറിറ്റ് സ്കോളർഷിപ്പ് എല്ലാം കിട്ടി മുമ്പോട്ട് പഠിക്കാനായിട്ട് സാധിച്ചു. സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും എല്ലാം നാഷണൽ മെറിറ്റ് സ്കോളർഷിപ്പ്, യൂണിവേഴ്സിറ്റി തലത്തിലാണ് ഫാക്കൽറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം, അങ്ങനെയുള്ള സ്കോളർഷിപ്പോടുകൂടിയാണ് PhD ഒക്കെ ചെയ്തത്. ഞാൻ 1982 UC കോളേജിൽ ജോയിൻ ചെയ്തത്. അത് കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടുകാരായ 3 ടീച്ചേഴ്സും ജോയിൻ ചെയ്തിരുന്നു. കോളേജിലെ അന്തരീക്ഷം വളരെ നല്ലൊരു അന്തരീക്ഷമാണ്. അവിടെ കുട്ടികളും ടീച്ചേഴ്സും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നതിനും എല്ലാം ഫ്രണ്ട്സ് പോലെ ബിഹേവ് ചെയ്യുന്നതിനും അവരെയെല്ലാം കൂടുതലായിട്ട് നല്ല രീതിയിൽ അവരെ കരുതുകയും ടീച്ചേഴ്സുമായിട്ട് നല്ല അടുപ്പം കുട്ടികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നും കുട്ടികൾ എല്ലാവരെയും വന്ന് കാണുകയും നല്ല രീതിയിൽ ഓർക്കുകയും ചെയ്യുന്നു. UC കോളേജിൽ പഠിച്ച ആളുകൾ ഇന്ന് പല രീതിയിലും പ്രഗത്ഭന്മാരായി പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നു. ഞങ്ങളുടെ തന്നെ സ്റ്റുഡൻസ് ആണെങ്കിലും പലയിടത്തായിട്ട് നല്ല രീതിയിൽ ജോയിൻ ചെയ്യുന്നു. UC കോളേജിൽ പല രീതിയിലുള്ള അക്കാഡമിക് ആക്ടിവിറ്റീസിനുള്ള സാധ്യതയുണ്ടായിരുന്നു. ചെറുപ്പത്തിലെ 22-ാം വയസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ അന്നത്തെ കാര്യങ്ങൾ ഓർക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്തിരുന്നത് BSc ക്ലാസ്സിലേക്കാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ അവർക്ക് 20 വയസ്സ് പ്രായമുണ്ട്, നമുക്ക് 22 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവർ പലപ്പോഴും തമാശയ്ക്കാണേലും ലൈബ്രറി പോയി റെഫർ ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുമായിരുന്നു. ടീച്ചർ എങ്ങനെയുണ്ട് എന്ന് അറിയാനായിട്ട് അവർ ഞങ്ങളെ ടെസ്റ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങൾക്കതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു. അങ്ങനെയുള്ള പലവിധ അനുഭവങ്ങളും UC കോളേജിലുണ്ട്. അതൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് സഹായിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ മുമ്പോട്ട് പഠിക്കാൻ സാധിച്ചു. അവിടെ വളരെയധികം ആക്ടിവിറ്റീസ് ഉണ്ട്. കുട്ടികൾക്ക് കായികമായും മാനസികമായും ഒക്കെ മുന്നേറാനുള്ള സാഹചര്യങ്ങൾ UC കോളേജിലുണ്ട്. പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ ടീച്ചേഴ്സും ക്രിസ്ത്യൻ അല്ലാത്ത നോൺ ക്രിസ്ത്യൻ ടീച്ചേഴ്സും എല്ലാം UC കോളേജിലുണ്ട്. അവരെല്ലാം ഒന്നിച്ച് ഒരുപോലെ വർക്ക് ചെയ്യുന്നു. കുട്ടികളെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നു. അപ്പോൾ ഈ പ്രത്യേകിച്ചും അവിടെയുള്ള ടീച്ചേഴ്സിനെല്ലാം കുറേ എക്സ്ട്രാ ആക്ടിവിറ്റീസൊക്കെ കൊടുക്കും. പ്രത്യേകിച്ച് അവിടെ ഒരു ഫെലോഷിപ്പുണ്ട്. ആ ഫെലോഷിപ്പിലും ഒക്കെ പെട്ടവർക്ക് ഓരോരോ ആക്ടിവിറ്റി കൊടുക്കും. ഹോസ്റ്റൽ വാർഡൻ അങ്ങനെയുള്ള ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നതെല്ലാം ടീച്ചേഴ്സാണ്. ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ ടീച്ചേഴ്സിന് ഡ്യൂട്ടി കൊടുക്കുന്നു. അത് അവരുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനൂടെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്.
എനിക്കങ്ങനെ 34 വർഷം UC കോളേജിൽ വർക്ക് ചെയ്യുന്നതിനും 2016 റിട്ടയർ ചെയ്യുന്നതിനും സാധിച്ചു. അവിടെയുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി അധികം ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാൻ സാധിച്ചു. കോളേജിൻ്റെ വേരിയസ് കപ്പാസിറ്റീസിൽ പ്രത്യേകിച്ച് കോളേജിൻ്റെ ബർസാറായിട്ട് ജോലി ചെയ്തിരുന്നു 3 വർഷത്തോളം. അഡ്മിനിസ്ട്രേറ്റീവ് ഡീനായിട്ട് ജോലി ചെയ്തിരുന്നു. MCA ആൻഡ് MBA ഡിപ്പാർട്ട്മെൻറ്റ്സ് അവിടെ സെൽഫ് ഫിനാൻസിങ് കോഴ്സിൻ്റെ കീഴിലുണ്ട്. അതിൻ്റെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നെ UC കോളേജിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് തന്നെയാണ് ഞാൻ MPhilന് പഠിക്കാൻ പോകുന്നതും പിന്നീട് ലീവ് എടുത്ത് PhD ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം റിസർച്ച് ഗൈഡായിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നെ പേപ്പർ പ്രസൻറ്റേഷന് പല സ്ഥലങ്ങളിൽ പോകാൻ സാധിച്ചു. പ്രത്യേകിച്ചും പുറത്തോട്ടുള്ളതിൽ യൂണിവേഴ്സിറ്റി ഓഫ് കെമിക്കൽ ടെക്നോളജി ബെയ്ജിങ്, ചൈനയിൽ പോയിട്ട് പേപ്പർ പ്രസൻറ്റേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഞങ്ങൾ പറഞ്ഞല്ലോ ഹോസ്റ്റൽ വാർഡൻസായിട്ട്, റെസിഡൻറ്റ് വാർഡനായിട്ട്, നോൺ റെസിഡൻറ്റ് വാർഡനായിട്ട് ഞാൻ 3 വർഷവും നോൺ റെസിഡൻറ്റ് വാർഡനായിട്ട് 13 വർഷവും താമസിക്കുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ്. കോളേജ് ക്യാമ്പസിൽ തന്നെ പെൺകുട്ടികളുടെ ഹോസ്റ്റല് ഉണ്ട്, അതിനോട് ചേർന്ന് തന്നെ വീടുണ്ട്. ആ വീട്ടിലാണ് ഞങ്ങൾ ഫാമിലിയായിട്ട് താമസിക്കുന്നത്. അവിടെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ ഈ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. അവിടെ മെസ്സ് മാനേജ് ചെയ്യണം, അവിടുത്തെ ഡിസിപ്ലിൻ കീപ്പപ്പ് ചെയ്യണം. അങ്ങനെ പല കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും നമുക്ക് ചെയ്യാനുണ്ട്. അവിടെ ഫെലോഷിപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഫെലോഷിപ്പ് സെക്രട്ടറി ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കോളേജിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ മെമ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും അവിടെ ചെയ്യാനായിട്ട് സാധിച്ചു. റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ അടുത്തുള്ള കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റിൽ കെമിസ്ട്രി പഠിപ്പിക്കാനായിട്ട് പോയിരുന്നു. ഒരു സെമിസ്റ്റർ മാത്രമേ പക്ഷേ അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ. അതിനുശേഷം 2014 മുതൽ ഞങ്ങൾ ഹൂസ്റ്റൺ വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് പിന്നീട് റിട്ടയർ ചെയ്തതിന് ശേഷം അധികം ജോലിയിൽ കണ്ടിന്യൂ ചെയ്തില്ല. 2014 മുതൽ ഞങ്ങൾ ഹൂസ്റ്റൺ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് എൻ്റെ മാരേജ് 1987 അന്ന് ഹസ്ബൻഡ് ഷാജി ജോർജ് മുണ്ടേരി എന്ന സ്ഥലത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ആദ്യം ഞങ്ങൾ സെറ്റിൽ ചെയ്ത് അവിടെ റെൻറ്റിന് താമസിച്ചു. അതിനുശേഷം പിന്നെ ഈ ഹോസ്റ്റലിൻ്റെ ക്വാർട്ടേഴ്സിലോട്ട് നമുക്ക് കിട്ടി. അവിടെ ഞങ്ങൾ താമസിക്കുകയായിരുന്നു. 2 കുട്ടികളാണ് ഉള്ളത്. അവർ 2 പേരും എൻജിനീയറിങ് പഠിച്ച് ഇവിടെ അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുകയും അവരുമായിട്ട് അവരുടെ മക്കളുമൊക്കെ ആയിട്ട് കഴിയുകയും ചെയ്യുന്നു.